പെരുമാൾ ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഇൻവെസ്റ്റിഗേഷൻ സെറമണി സംഘടിപ്പിച്ചു. മലയാളം സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ അശോക് ഡി ക്രൂസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങായ ഇൻവെസ്റ്റിഗേഷൻ സെറമണി വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മുഖ്യ അതിഥിയെ കുട്ടികൾ കൈയടിച്ച് സ്വീകരിച്ചു. മലയാളം സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ അശോക് ഡി ക്രൂസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മനോഹരമായ കവിതകളും കഥകളും കുട്ടികൾക്ക് പറഞ്ഞു നൽകി. അറിയാതെ പന്ത് തട്ടി ഒരു ചില്ല് പൊട്ടിയതിന് മക്കളെ തല്ലുന്ന, അറിയാതെ പന്ത് തട്ടി ഒരു ചില്ല് പൊട്ടിയതിന് മക്കളെ തല്ലുന്ന, കറിയിൽ ഉപ്പ് കൂടിയതിന് പാത്രം വലിച്ചെറിയുന്ന, കറിയിൽ ഉപ്പ് കൂടിയതിന് പാത്രം വലിച്ചെറിയുന്ന, വൈകി വന്നതിന് വാതിൽ വലിച്ചടയ്ക്കുന്ന, വൈകി വന്നതിന് വാതിൽ വലിച്ചടയ്ക്കുന്ന, തേക്കിൻ കുട്ടിയുടെ അവകാശ തർക്കത്തിൽ അയൽക്കാരനെ തെറി വിളിക്കുന്ന, തേക്കിൻ കുട്ടിയുടെ അവകാശ തർക്കത്തിൽ അയൽക്കാരനെ തെറി വിളിക്കുന്ന, ഒരു കൊടിക്കാരന്റെ പേരിൽ എതിർ പാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുന്ന, ഒരു കൊടിക്കാരന്റെ പേരിൽ എതിർ പാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുന്ന നമ്മൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ യുദ്ധം? നമ്മൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ യുദ്ധം? നമ്മൾ വലുതായതാണ് ഈ യുദ്ധം. നമ്മൾ വലുതായതാണ് ഈ യുദ്ധം. ഞാൻ പറഞ്ഞു വന്നത്, യുദ്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകുന്നുണ്ട്. പക്ഷേ ശ്രദ്ധയെ കുറിച്ച്, വഴക്ക് ഒഴിവാക്കുന്നതിനെ കുറിച്ച്, ലഹള ഒഴിവാക്കുന്നതിനെ കുറിച്ച് നമ്മൾ എവിടെയും ഒന്നും സംസാരിക്കുന്നില്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, ലോകമെമ്പാടും 56 രാജ്യങ്ങളിൽ 56 ദേശങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈ യുദ്ധം ഒഴിവാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള, നിങ്ങൾക്കാണ് കുറെ കൂടെ ഉത്തരവാദിത്തം കൂടുതൽ. ഞാനൊക്കെ ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ ഒരാളാണ്. നിങ്ങൾക്ക് ഈ യുദ്ധങ്ങൾ ഒഴിവാക്കാവുന്നതുണ്ട്. അത് അന്യദേശത്തെ യുദ്ധം എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടായേക്കാവുന്ന, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഉണ്ടാകാൻ സാധ്യതയുള്ള ആ യുദ്ധങ്ങളെ ഒഴിവാക്കേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്. തുടർന്ന് വായനാ വാരാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ജനാധിപത്യ മൂല്യങ്ങളും മാനവികതയും ഉയർത്തിപ്പിടിക്കുവാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അനിവാര്യമാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ലോകം ആഗ്രഹിക്കുന്നത് മാനവികതയിലൂന്നിയുള്ള ഒരു ജീവിതമാണെങ്കിൽ ആ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ ചെറിയ കാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ, മനുഷ്യരിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂള് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പൗരബോധം വളർത്താൻ വേണ്ടി അവർക്ക് കൂടുതൽ ഈ അവസരം വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം വായന വാരാചരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. വായന എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ അതാണ് വായന. മനുഷ്യൻ്റെ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്ന എന്താണോ അതാണ് എഴുത്ത്. അപ്പോൾ ഈ എഴുത്തിനെക്കുറിച്ചും വായനയെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ജനാധിപത്യ ബോധത്തെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. വായനയിലൂടെ, എഴുത്തിലൂടെ ജനാധിപത്യ ബോധവും പൗരബോധവുമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. മാനവ സമൂഹം നേടിയ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങളിലൊന്നാണ് ജനാധിപത്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ സത്താർ MK അഭിപ്രായപ്പെട്ടു. മനുഷ്യ സമൂഹം നേടിയ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് ജനാധിപത്യ മര്യാദയും ജനാധിപത്യ ഗവൺമെൻറ്റുകളും വരുന്നു എന്നുള്ളതാണ്. അധികാരം എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളിലേക്കും
പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കുമൊക്കെ എത്തുന്നു എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. തീർച്ചയായും ജനാധിപത്യ മര്യാദകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ വെച്ച് തന്നെയാണ്. ബാലറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബുള്ളറ്റ്. ബുള്ളറ്റിനേക്കാൾ ശക്തമാണ് ബാലറ്റിന് തിരിച്ചറിവ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവേണ്ടത്. അവിടെ വെച്ചുകൊണ്ടാണ് അവർ പൗരബോധമുള്ളവരായിട്ട് വളർന്നു വരുന്നത്. ലുക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും കുട്ടികളുടെ ജനാധിപത്യ ബോധത്തെയും അതുപോലെ തന്നെ അവരുടെ പൗരബോധത്തെയും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് അനുകൂലമാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്കൂൾ പാർലമെൻറ്റിലെ ഓരോ അംഗങ്ങളും അതുപോലെ തന്നെ ഹെഡ് ബോയും ഹെഡ് ഗേളും ഓരോ വിഭാഗത്തിലുള്ള തലവന്മാരുമൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യം ഏറ്റവും വെല്ലുവിളി നേടുന്ന ഈ കാലഘട്ടത്തിൽ, സമകാലിക ഭാരതത്തിൽ കുട്ടികൾക്ക് പൗരബോധം നൽകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. തീർച്ചയായും അതിനു മുമ്പിലേക്ക് വരുന്ന എല്ലാ അധ്യാപകരെയും പ്രോത്സാഹിപ്പിക്കുകയും ഇന്ന് നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്ന ബഹുമാനായ അശോക് ഡിക്രൂസ് സാറെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സരള PT സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഇൻചാർജ് ലൗന K കുര്യാക്കോസ് മുഖ്യാതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു. സോഷ്യൽ സയൻസ് അധ്യാപിക രമ്യ VS, അഡ്മിനിസ്ട്രേറ്റർ ചിഞ്ചു ബാബു, PRO രേഷ്മ P ജോസഫ്, കോർഡിനേറ്റർ അധ്യാപകരായ നീനു രാജൻ, അനു KA, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അജയ് രാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ 2026-27 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി കൗൺസിൽ ഭാരവാഹികൾ മുഖ്യാതിഥിയായ ഡോക്ടർ അശോക് ഡിക്രൂസിൽ നിന്ന് ബാഡ്ജും സാക്ഷിയും ഏറ്റുവാങ്ങി സ്ഥാനമേറ്റു. ഹൗസ് ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും മുഖ്യാതിഥിയിൽ നിന്ന് ബാഡ്ജും സാക്ഷിയും ഏറ്റുവാങ്ങി ചുമതലയേറ്റു. വിദ്യാർത്ഥികളിൽ നേതൃത്വ പാഠവം, ഉത്തരവാദിത്വബോധം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻവെസ്റ്റിച്ചർ സെറമണി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. അധ്യാപിക സബിത PA ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.